ശ്രീരംഗം തിരുച്ചിറപ്പള്ളിക്ക് 7 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന നഗരക്ഷേത്രം. ഒന്നിനകത്തായി മറ്റൊന്ന് എന്ന നിലയിൽ 7 ചുറ്റുമതിലുകളോട് കൂടിയതും ഓരോ ചുറ്റുമതിലിലും കൂറ്റൻ ഗോപുരത്തോടു കൂടിയതുമായ 7 പ്രകാരങ്ങൾ. പുറത്തെ 2 പ്രകാരങ്ങളിലും ആൾതാമസമുള്ളതും അകത്ത് കടകളും മറ്റുമുള്ളതുമായ ടെമ്പിൾ കോംപ്ലക്സ് അഥവാ ക്ഷേത്ര സമുച്ചയം. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിയേക്കാളും വലിയ ക്ഷേത്ര നഗരം. നിത്യപൂജയുള്ള അമ്പലങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രമാണിത്. ഭാരതത്തിലെ ഏറ്റവും വിസ്താരമേറിയ കൂറ്റൻ മഹാക്ഷേത്രമായ ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 21 കൂറ്റൻ ഗോപുരങ്ങൾ, 156 ഏക്കറിൽ പരന്നു കിടക്കുന്ന വിസ്തൃതി, ഗണപതി സ്വയം നടത്തിയ മഹാവിഷ്ണു പ്രതിഷ്ഠ എന്ന ഐതിഹ്യം, ഭാരതവർഷത്തിലെ 108 വൈഷ്ണവ ദേവാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്നിവയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ. അനന്തശയന രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. എങ്കിലും രംഗനായകി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാലക്ഷ്മിയും ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹമൂർത്തി, ധന്വന്തരി തുടങ്ങിയ ദേവീദേവതകളുടെ ഉപക്ഷേത്രങ്ങളും ആഴ്വാരും തുമ്പിക്കൈ ആഴ്വാർ എന്ന പേരിൽ ഗണപതിയും കുടികൊള്ളുന്നു. രാമാനുജാചാര്യയുടെ ജീവസമാധിയും ഇവിടെ ഉണ്ട് എന്നത് ഒരു പ്രത്യേകതയാണ്. ബ്രഹ്മാവ് പൂജിച്ച രംഗനാഥസ്വാമിയുടെ വിഗ്രഹം പിന്നീട് രാമന്റെ മുതുമുത്തച്ഛനും പിതാവും തുടർന്ന് രാമനും പൂജിച്ചു വന്നിരുന്നു എന്ന് രാമായണത്തിൽ പറയുന്നു. രാമന്റെ പട്ടാഭിഷേകത്തിന് ശേഷം ഭക്തനായ വിഭീഷണനോട് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ രാമനോട് നേരിട്ട് ലങ്കയിൽ വന്ന് ഭരിക്കണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് ശ്രീരാമൻ താൻ പൂജിച്ചു വന്നിരുന്ന രംഗനാഥനെ സമ്മാനമായി നൽകി എന്നും ഈ വിഗ്രഹം നിലത്തു വെക്കാതെ ലങ്കയിൽ കൊണ്ടുപോകണമെന്നും വഴിമധ്യേ ശ്രീരംഗം എത്തിയപ്പോൾ ഗണപതി ചെറിയ വിഘ്നം കൊണ്ടുവന്നതിനെ തുടർന്ന് ശ്രീരംഗനാഥനെ അവിടെ നിലത്തു വെക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് അവിടെ സ്ഥാപിക്കപ്പെട്ടു എന്ന് ഐതിഹ്യം പറയുന്നു. അങ്ങനെ വിഭീഷണന് രാമൻ കൊടുത്ത സമ്മാനമായതിനാൽ ശ്രീരംഗനാഥൻ ശ്രീരംഗത്ത് തെക്കോട്ട് നോക്കി, അതായത് ലങ്കയിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത് എന്ന് ഇതിനോട് കൂട്ടിച്ചേർക്കാം. പ്രശസ്ത തമിഴ് ഇതിഹാസമായ കമ്പരാമായണം ആദ്യമായി ചൊല്ലിയതിൻ്റെ അനുസ്മരണയിൽ നിർമ്മിച്ച കമ്പ രാമായണ മണ്ഡപം
രംഗനായകിയുടെ ശ്രീകോവിലിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്നതായി ഇവിടെ കാണാം. ഡിസംബർ മാസത്തിലെ വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ ദേവർ ഈ 1000 കൽ മണ്ഡപത്തിലെത്തുകയും അന്നേരം ഇത് പരമപദവാസൽ അഥവാ ജ്ഞാനോദയ കവാടം ആയി മാറുകയും ചെയ്യുന്നു എന്ന് വിശ്വാസം. പേര് 1000 കൽ മണ്ഡപം എന്നാണെങ്കിലും ശരിക്കും 960 കൽത്തൂണുകളാണ് ഇവിടെ ഉള്ളത്. ബാക്കി ഉത്സവ സമയത്ത് 40 തടിത്തൂണുകൾ നാട്ടുന്നു. ഇത് രാജഗോപുരം 16-ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായ രാജാവാൽ പണി തുടങ്ങുകയും എന്നാൽ അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ നൂറ്റാണ്ടുകൾ കടന്നുപോയി പിന്നീട് ഇന്ന് കാണുന്ന നിലയിൽ പണി കഴിപ്പിക്കപ്പെടുന്നത് 1980കളിലാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം 239 അടി ഉയരമുള്ള രാജഗോപുരം ഈ പൗരാണിക ക്ഷേത്രത്തിന്റെ പ്രൗഢി കൂട്ടി എന്നും വേണം മനസ്സിലാക്കാൻ. ആയിരത്തി 1300കളിൽ ദില്ലി ഭരിച്ച അലാവുദ്ദീൻ ഖിൽജിയുടെ പടത്തലവൻ മാലിക് കാഫൂർ 12 വർഷത്തിനിടയിൽ 2 തവണ ഈ ക്ഷേത്രം ആക്രമിച്ചു. 2ാം തവണ ആക്രമിക്കാൻ വരുന്നേരം ഇവിടത്തെ നാട്ടുകാർ അത് തടഞ്ഞു. ഏകദേശം 12,000 പേരെ കൊന്നിട്ട് അവർ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ച് ആഘോഷങ്ങൾ നടത്തുന്ന വേളയിൽ രംഗനാഥനെയും ആഭരണങ്ങളെയും മറ്റുമെല്ലാം കൊണ്ട് അവിടത്തെ പൂജാരിമാർ മധുരയ്ക്ക് നാടുവിട്ടു. അങ്ങനെ ജീവൻ കൊടുത്തും വന്ന മാലിക്കിന്റെ ജീവൻ എടുത്തും നിലനിർത്തി വന്ന കഥ ഈ നാട്ടുകാർ പറഞ്ഞത് കേൾക്കുമ്പോൾ രോമാഞ്ചമുണ്ടാക്കുന്നതാണ്. രാജഗോപുരം പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു ഫിൽറ്റർ കോഫി അങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.